പേരാമ്പ്രയിൽ കടുത്ത അട്ടിമറിക്ക് കളമൊരുങ്ങിയെന്ന റിപ്പോർട്ടിൽ ഞെട്ടിയിരിക്കുകയാണ് CPM. നിസ്സാരമായി വിജയിക്കാവുന്ന അന്തരീക്ഷത്തിൽ നിന്ന് കടുത്ത പോരാട്ടത്തിലേക്ക് പേരാമ്പ്രയെ മാറ്റിയിരിക്കുകയാണ് CPMന്റെ വൃത്തികെട്ട രാഷ്ട്രീയം. പിന്നാലെ സംസ്ഥാന പോലീസ് രഹസ്യാന്വേഷണ റിപ്പോർട്ടിലാണ് പേരാമ്പ്രയിൽ അട്ടിമറിക്ക് സാധ്യതകളുണ്ടെന്ന് പറയപ്പെടുന്നത്. CPMന്റെ സ്ഥാനാർത്ഥിയായി TP രാമകൃഷ്ണൻ അവിടെ ജനവിധി തേടുന്നുണ്ട്. LDFനെ സംസ്ഥാനത്ത് നയിക്കുന്ന നേതാവാണ് രാമകൃഷ്ണൻ. അതിനുമപ്പുറം CPMന്റെ ഉറച്ച കോട്ടയാണ് പേരാമ്പ്ര. അതിന്റെ ആലസ്യത്തിൽ പ്രചാരണം നയിച്ച CPM ഇപ്പോൾ ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിക്കെതിരെ വർഗീയ പ്രചാരണം വീണ്ടും ആവർത്തിക്കുന്നുണ്ട് CPM. അതിന് കാരണം മുകളിൽ നമ്മൾ സൂചിപ്പിച്ച പരാജയ ഭീതി തന്നെയാണ്. അതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ പേരാമ്പ്രയിൽ വീണ്ടും വിവാദ അനൗൺസ്മെന്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. നൊച്ചാട് പഞ്ചായത്തിലെ ചാലിക്കരയിലാണ് UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിക്കെതിരെ LDF നടത്തിയ അനൗൺസ്മെന്റ് രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയത്. നമ്മുടെ വോട്ട് നമ്മുടെ ഗവമിലെ കുട്ടിക്ക് എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് വോട്ട് പിടിക്കുന്നു എന്നാണ് LDFന്റെ പ്രചാരണം. LDF സ്ഥാനാർത്ഥിയുടെ ബോർഡ് വെച്ച വാഹനത്തിൽ നിന്നാണ് വിവാദമായ അനൗൺസ്മെന്റ് ഉയർന്നത്. മുസ്ലിം ലീഗ് മതരാഷ്ട്രീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്നും മതസാഹോദര്യത്തെ തകർക്കുന്ന ഇത്തരം നീക്കങ്ങളെ മതനിരപേക്ഷവാദികൾ ചെറുക്കണമെന്നും അനൗൺസ്മെന്റിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട്. എന്നാൽ വർഗീയ വിഭജനം ലക്ഷ്യമിട്ട് LDF കള്ളപ്രചാരണം നടത്തുകയാണെന്ന് ആരോപിച്ച് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പോലീസിൽ വീണ്ടും പരാതി നൽകിയിരിക്കുകയാണ്. നേരത്തെ ആവളയിലും സമാനമായ പ്രചാരണം നടന്നതായി പരാതി ഉയർന്നിരുന്നു. എന്നാൽ ഇതിൽ FIR രജിസ്റ്റർ ചെയ്യാതെ പോലീസ് ഒത്തുകളിക്കുകയാണെന്ന് UDF ആരോപിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് വീണ്ടും UDF പരാതി നൽകിയത്. പരാതിക്കാരന്റെയും ദൃശ്യങ്ങൾ പകർത്തിയ വ്യക്തിയുടെയും മൊഴിയെടുത്തതല്ലാതെ മറ്റ് നടപടികളിലേക്ക് പോലീസ് എന്നിട്ടും കടന്നിട്ടില്ല എന്നും UDF ആരോപിക്കുന്നുണ്ട്. വിഷയത്തിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള രംഗത്തെത്തി. സർക്കാർ ഒത്താശയോടെ കേസ് അട്ടിമറിക്കുകയാണെന്നും മുൻപ് നടന്ന കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിന് സമാനമായ രാഷ്ട്രീയ ഗിമിക്കാണ് ഇവിടെയും നടക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും UDF നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം വടകരയിൽ ഷാഫി പറമ്പിലിനെതിരെ പ്രയോഗിച്ച അതേ തന്ത്രങ്ങൾ പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിക്കെതിരെയും LDF ആവർത്തിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വ്യക്തിഹത്യയിലൂടെയും വർഗീയ പ്രചാരണങ്ങളിലൂടെയും തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന LDF മോഹം ഇത്തവണയും നടപ്പാവില്ലെന്നും ഷാഫി പറമ്പിലിനെ പോലെ ഫാത്തിമ തഹ്ലിയെയും ഇതിനോടകം ജനഹൃദയങ്ങളിൽ താരമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിക്കെതിരെ LDF പ്രചാരണ വാഹനത്തിൽ നിന്ന് മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള അനൗൺസ്മെന്റ് നടത്തിയെന്ന വിവാദത്തോട് നേരത്തെ പ്രതികരിച്ചപ്പോഴാണ് കുഞ്ഞാലിക്കുട്ടി ആഞ്ഞടിച്ചത്. ജനങ്ങൾ മണ്ടന്മാരാണെന്ന് കരുതരുതെന്നും വടകരയിൽ ഷാഫി പറമ്പിലിനെതിരെ സൈബർ ആക്രമണങ്ങൾ നടത്തിയപ്പോൾ ഉണ്ടായ അതേ തിരിച്ചടി പേരാമ്പ്രയിലും LDFന് നേരിടേണ്ടി വരുമെന്നും കുഞ്ഞാലിക്കുട്ടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ വിവാദമായ അനൗൺസ്മെന്റ് നടത്തിയത് ആരാണെന്ന് അറിയില്ലെന്ന് LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. UDF സ്ഥാനാർത്ഥിക്കെതിരെ വിദ്വേഷ പ്രചാരണം നടത്താൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കട്ടെയെന്നും CPM നേതാവ് പറയുന്നുണ്ട്. പ്രചാരണ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ സഹിതം UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടും അനക്കമൊന്നും ഉണ്ടാകാതെ വന്നതോടെ പിന്നിൽ CPM ആണെന്ന് വ്യക്തമായിരിക്കുകയാണ്.